الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن تطع أكثر من في الأرض يضلوك عن سبيل الله إن يتبعون إلا الظن وإن هم إلا يخرصون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ രാജ്യം അതിൻ്റെ 75-ാം റിപ്പബ്ലിക് ദിനം ആചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൂടെയാണ്, ദിവസത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനം പോലെ തന്നെ രാജ്യനിവാസികൾക്ക്, രാജ്യത്തെ പൗരന്മാർക്ക് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് റിപ്പബ്ലിക് ദിനവും. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം ഏറെ ദീർഘദൃഷ്ടിയോടുകൂടി രൂപം കൊടുത്ത ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ദിനം എന്നുള്ളതാണ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രത്യേകത. ആ പ്രഖ്യാപനം നടന്നത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ 1950 ജനുവരി 26-നായിരുന്നു. ബഹുസ്വരതയിലും പൗരാവകാശങ്ങളിലും ഊന്നിയ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ആവശ്യമായ ആഹ്വാനവും പ്രതിജ്ഞയുമാണ് ഓരോ റിപ്പബ്ലിക് ദിനത്തിലും നാം പുതുക്കേണ്ടത്. ആ പ്രതിജ്ഞ നവീകരിക്കാൻ ആവശ്യമായ ചില ചിന്തകളാണ് ഇന്നത്തെ ഖുതുബയിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ഫാസിസ്റ്റ് അധീശത്വമാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നത്. ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ തന്നെയായിരുന്നു ഫാസിസവും അധികാരത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജനാധിപത്യത്തിൻ്റെ ശക്തിയും ദൗർബല്യങ്ങളും തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ പ്രഥമ ബാധ്യത. ചില ആളുകളെങ്കിലും ചിന്തിക്കും, ജനാധിപത്യത്തിനും ദൗർബല്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ജനാധിപത്യം ഉന്നതമായ വ്യവസ്ഥിതിയാണ്. ഏകാധിപത്യത്തെയും രാജവാഴ്ചയുമൊക്കെ എടുത്ത് താരതമ്യം ചെയ്യുമ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള വ്യവസ്ഥിതിയും സംവിധാനവുമാണ് ജനാധിപത്യം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ
ജനാധിപത്യത്തിനും ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ഭരണഘടനകൾ ഉണ്ടാവുന്നത്. എല്ലാ കാര്യങ്ങളും ഭൂരിപക്ഷത്തിന്റെ തീരുമാനപ്രകാരമാവാം, ഭൂരിപക്ഷം തീരുമാനിക്കുന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളുമാവാം എന്നിടത്തല്ല നമ്മുടെ ഭരണഘടനയുള്ളത്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം അങ്ങ് തീരുമാനിച്ചാൽ മതിയായിരുന്നു. പക്ഷേ രാജ്യം മനോഹരമാവുന്നത്, രാജ്യം കൃത്യവും വ്യവസ്ഥാപിതവുമാവുന്നത് ജനാധിപത്യത്തോടൊപ്പം ഭരണഘടന കൂടി നിലനിൽക്കുമ്പോഴാണ്. രാജ്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ മഹത്വം എന്നതോടൊപ്പം തന്നെ ഭരണഘടനയുടെ മഹത്വം കൂടിയാണ്. നമുക്കറിയാം, ജനാധിപത്യത്തെ അങ്ങേയറ്റം മാനിക്കുന്ന ഒരു നിലപാടാണ് ഇസ്ലാമിൻ്റെതും, ഒരു സംശയവുമില്ല. കാരണം ഇസ്ലാമിലെ ഖുലഫാഉർ റാഷിദുകൾ അടക്കമുള്ള ജനപ്രതിനിധികൾ, ഖുലഫാഉർ റാഷിദുകളാണല്ലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനു ശേഷമുള്ള ഏറ്റവും മാതൃകായോഗ്യരായിട്ടുള്ള ഭരണാധികാരികൾ എന്ന് പറയുന്നത്. ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്ന ഖുലഫാഉർ റാഷിദുകളുടെ മാതൃകയാണ്. ഖുലഫാഉർ റാഷിദുകൾ അടക്കമുള്ള ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടത് ജനഹിതമനുസരിച്ചായിരുന്നു, ജനാധിപത്യ പ്രകാരമായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ജനപ്രതിനിധികളെയും ഭരണാധികാരികളെയും തെരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജനാധിപത്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് അങ്ങനെ തന്നെയാവണം, ജനഹിത പ്രകാരമാവണം. നിലനിൽക്കുന്ന രാജ്യത്തിന്റെ ഓരോ പൗരനും ആ ഭരണാധികാരിയെ അതല്ലെങ്കിൽ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിൽ കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടാവണം. ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. ഖിലാഫത്തുർ റാഷിദയ്ക്ക് ശേഷം ഒരു ഘട്ടത്തിൽ രാജവാഴ്ചയുണ്ടായപ്പോ അതിന്റെ ജനാധിപത്യ വിരുദ്ധത ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ കർബലയിലേക്ക് പുറപ്പെട്ടത്. ഇമാം ഹുസൈന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ റളിയല്ലാഹു അൻഹു, ഇമാം ഹുസൈൻ ഷഹീദു ഡെമോക്രാത്തിയാണ് എന്ന് പറഞ്ഞാൽ ഡെമോക്രസിക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ സ്വഹാബി വര്യനാണ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അപ്പൊ ജനാധിപത്യത്തിന് അത്രയും വലിയ സ്ഥാനവും പ്രാധാന്യവുമാണ് ഇസ്ലാമിനകത്തും ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേ അവസരം തന്നെ നന്മ തിന്മകൾ തീരുമാനിക്കാനുള്ള അധികാരം ഭൂരിപക്ഷത്തിനാവണം, ഭൂരിപക്ഷത്തിന്റെ ഹിതപ്രകാരമാവണം നന്മ തിന്മകൾ തീരുമാനിക്കപ്പെടേണ്ടത് എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. ആ കാഴ്ചപ്പാടിനെതിരാണ് ഇസ്ലാം. നന്മ തിന്മകൾ എന്ന് പറയുന്നത് മാനവികവും ദൈവികവുമായ അടിത്തറയിലാണ് തീരുമാനിക്കപ്പെടേണ്ടത്. അതല്ലാതെ ഭൂരിപക്ഷം തെറ്റായ ഒരു കാര്യം, തിന്മയായ ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞാൽ അത് നല്ലതും ശരിയുമായി മാറുകയും ശരിയല്ലാത്ത ഒരു കാര്യം ഭൂരിപക്ഷം ശരിയാണെന്ന് പറഞ്ഞാൽ അത് ശരിയായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ല. ഭൂരിപക്ഷം ശരിയാണൊരു കാര്യമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെങ്കിലും ശരിയാവുന്ന അവസ്ഥ, അതിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഭൂരിപക്ഷം ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞു, ശരിയായ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞു, അതിനെയും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നന്മ തിന്മകളുടെ മാനദണ്ഡം ഭൂരിപക്ഷത്തിന്റെ തീരുമാനമനുസരിച്ചായിരിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. അത് ജനാധിപത്യത്തിന്റെ പേരിൽ അങ്ങനെ ചില ആളുകൾ തെറ്റായി പറയാറുണ്ട്. പക്ഷേ ശരിയായ ജനാധിപത്യം അങ്ങനെ ഒരു കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളുന്നതല്ല എന്നതാണ് അതിലെ പൂർണ്ണമായ ശരിയെന്ന് പറയുന്നത്. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അതാണ് അല്ലാഹു തആല സൂറ അൽ അൻആം 116 വചനത്തിൽ പറയുന്നത്, വയൻ തുതി അക്സറ മൻ ഫിൽ അർദി യുദല്ലൂക അൻ സബീലില്ലാഹ് അയ്യത്തബിഊന ഇല്ലല്ലന്ന വയൻഹും ഇല്ലാ യഖ്റുസൂൻ. ഭൂമിയിലെ അധിക ആളുകളെയും നീ അനുസരിച്ചാൽ അവർ നിന്നെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയും. കുറെ ആളുകളുണ്ട്, കുറെ ആളുകളുടെ അഭിപ്രായമാണ്
കുറെ ആളുകൾ ശരിയാണെന്നാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. തെറ്റാണെന്ന ബോധ്യം എനിക്കുണ്ട്. പക്ഷേ കുറെ ആളുകൾ അതിനെ സംബന്ധിച്ച് ശരിയാണെന്ന് പറയുന്നു. അവരാണ് ഭൂരിപക്ഷം. അവരെ നീ അനുസരിച്ചാൽ അവർ നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിച്ചു കളയും. കാരണം അവർ ഊഹത്തെയാണ് പിൻപറ്റുന്നത്, ഊഹത്തെയാണ് അവർ പിന്തുടരുന്നത്, അവർ അനുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഊഹാധിഷ്ഠിതമായിട്ട് ഭൂരിപക്ഷം ചില കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ശരിയെന്ന് തീരുമാനിക്കുന്ന സാഹചര്യമുണ്ടായാൽ, അതല്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ തെറ്റെന്ന് നിർവചിക്കുന്ന അവസ്ഥയുണ്ടായാൽ, അത് ഭൂരിപക്ഷത്തിന്റെ തീരുമാനമാണല്ലോ എന്ന് കരുതി അതിന് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതാണ് ഖുർആൻ പല വചനങ്ങളിലും പറയുന്നത്, അവരിൽ അധിക ആളുകളും ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത്. എന്നാൽ ഊഹം സത്യത്തിൽ നിന്ന് ഒന്നിനെയും പര്യാപ്തമാക്കുന്നില്ല. അവരെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആല സൂക്ഷ്മമായി അറിയുന്നവനാണ്, അങ്ങേയറ്റം അറിയുന്നവനാണ്. അപ്പൊ കുറെ ആളുകൾ ചില കാര്യങ്ങളൊക്കെ ഭൂരിപക്ഷ പ്രകാരം തീരുമാനിക്കപ്പെടും, ശരിയല്ലാത്ത കാര്യങ്ങൾ. അങ്ങനെ ചരിത്രത്തിൽ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം കണ്ട ചിന്തകന്മാരിൽ പ്രഗത്ഭനായിരുന്നു സോക്രട്ടീസ്. നമുക്കൊക്കെ അറിയാം, ചരിത്രം ചെറിയ രീതിയിലെങ്കിലും പഠിച്ചവർക്കൊക്കെ സോക്രട്ടീസിനെയും അരിസ്റ്റോട്ടലിനെയും അതുപോലെ ചിന്തകന്മാരെയും എല്ലാം അറിയാം. ദാർശനികന്മാർ, ഫിലോസഫി പഠിച്ചവർക്കും അതുപോലെ തന്നെ ഹിസ്റ്ററി പഠിക്കുന്നവർക്കുമെല്ലാം അവരുടെ ബാലപാഠങ്ങളിൽ വരുന്ന ചിന്തകന്മാരാണിവർ. ആ സോക്രട്ടീസിന് വിഷം കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചു. എങ്ങനെ? ഭൂരിപക്ഷത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു. ഭൂരിപക്ഷത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു അത്. പൗരാണിക ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമായിരുന്ന ഗ്രീസിലെ സിറ്റി സ്റ്റേറ്റിൽ ജനങ്ങൾ വോട്ട് ചെയ്തായിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അങ്ങനെ ഭൂരിപക്ഷം എന്ന് പറയുന്ന ആൾക്കൂട്ടങ്ങൾ പലപ്പോഴും പല തീരുമാനങ്ങളും എടുത്തേക്കും. അതത്ര ശരിയല്ലെങ്കിൽ പോലും ഭൂരിപക്ഷമാണ് എടുത്തത് എന്നതിന്റെ പേരിൽ അത് ശരിയാണെന്ന് പറയേണ്ടുന്ന ഒരവസ്ഥ ഒരു യഥാർത്ഥ ജനാധിപത്യവാദിക്ക് ഉണ്ടാവേണ്ടതില്ല. ആ ഒരു കാഴ്ചപ്പാടിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ജനാധിപത്യത്തിന് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ തീരുമാനം, ശരി തെറ്റുകൾ അടക്കം, അതിനാണ് ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിനാണ് യാഥാർത്ഥ്യവും അതാണ് മാനദണ്ഡവും എന്ന രീതിയിൽ ചില ആളുകൾ ജനാധിപത്യത്തെ വിശദീകരിക്കാറുണ്ട്. എന്നാൽ ആ വിശദീകരണം ശരിയല്ല. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ചില പരിമിതികൾ, ആ വിശദീകരണം ഉൾക്കൊള്ളുന്ന ഒരു നിലപാടാവുമ്പോൾ ചില പരിമിതികൾ ജനാധിപത്യത്തിനുണ്ട് എന്ന് പറയേണ്ടി വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭൂരിപക്ഷ ഹിതപ്രകാരം തീരുമാനിക്കപ്പെടേണ്ടതല്ല എന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഭരണഘടനകൾ ഉണ്ടാവുന്നത്. ഭരണഘടനകൾ രാജവാഴ്ചയുള്ള രാജ്യങ്ങളിലും ഭരണഘടനകളുണ്ട്. കാരണം രാജാവ് എല്ലാം അങ്ങ് തീരുമാനിക്കാൻ ഒരു മാനദണ്ഡം ഉണ്ടാവണം. രാജവാഴ്ചയുള്ള ഇടങ്ങളിൽ പോലും അതുണ്ടല്ലോ ഭരണഘടനകൾ. കാരണം ആ ഭരണഘടനയെ മുന്നിൽ വെച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. ഏകാധിപത്യമുള്ള ഇടങ്ങളിലാണെങ്കിൽ പോലും പേരിനൊരു ഭരണഘടന അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ജനാധിപത്യത്തിൽ ആ ഒരർത്ഥത്തിലുള്ള പ്രാധാന്യമല്ല, അതിനേക്കാളൊക്കെ ഒട്ടേറെ വലിയ പ്രാധാന്യമാണ് ഭരണഘടനയ്ക്കുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. കാരണം കേവല ഭൂരിപക്ഷം മാത്രം പോരാ. പല കാര്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് പല കാര്യങ്ങളിലും 2/3 ഭൂരിപക്ഷം എന്ന ആശയമാണുള്ളത്. 2/3 ഭൂരിപക്ഷം എന്നുള്ള ആശയമാണുള്ളത്. 51% 49%. ശരിക്കും 51% മതിയല്ലോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ. 49ന്റെ തീരുമാനം ശരിയല്ലെന്ന് പറയാൻ എല്ലാ കാര്യങ്ങളിലും 51% സാധിക്കുന്ന ഒരവസ്ഥയല്ല, ഒരു സാഹചര്യമല്ല ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ കൃത്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിലപാടുകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ചില വകുപ്പുകൾ മാറ്റണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണമെന്നുള്ളതാണ്. കേവല ഭൂരിപക്ഷം മാത്രം പോരാ. പല വകുപ്പുകളും മാറ്റണമെങ്കിൽ ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് തീരുമാനിക്കണം.
എപ്പോഴെങ്കിലും ഭൂരിപക്ഷം കിട്ടി ആരെങ്കിലും അധികാരത്തിൽ വന്നാൽ അവരൊക്കെ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് നാടിനെ ഭരിക്കാൻ, ഇവിടത്തെ നയങ്ങളെ അവരുടെ ഇച്ഛക്കനുസരിച്ച് തീരുമാനിക്കാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല എന്നുള്ളതാണ് ഈ ഭരണഘടനയുടെ മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭരണഘടന ഉദാത്തമാണ്, ഉത്കൃഷ്ടമാണ്, മഹത്വമായി ഏറിയതാണ്. ആ ഭരണഘടനയനുസരിച്ചുള്ള ഒരു രാഷ്ട്രമായി രാജ്യം പ്രഖ്യാപിക്കപ്പെട്ട ദിനം എന്നത് കൂടിയാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. പക്ഷേ ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പിലാക്കുന്ന ആളുകൾ ശരിയല്ലെങ്കിൽ ആ ഭരണഘടനയുടെ ഗുണങ്ങൾ സമൂഹത്തിന് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അത് ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞ കാര്യമാണ്. ഭരണഘടന നടപ്പിലാക്കുന്ന ആളുകൾ ശരിയല്ലെങ്കിൽ ആ ഭരണഘടന എത്ര ഉദാത്തമാണെങ്കിലും, എത്ര ഉത്കൃഷ്ടമാണെങ്കിലും, എത്ര നല്ലതാണെങ്കിലും അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കില്ല എന്നുള്ളതാണ്. ആ ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ നാടിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയെ കേവലം ഒരു കടലാസാക്കി മാറ്റാനുള്ള കുതന്ത്രങ്ങളാണ് രാജ്യത്ത് ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ധാരാളം പ്രതിസന്ധികളിലൂടെയാണ് ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ളവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശേഷിച്ചും ഇസ്ലാമിക സമൂഹം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദങ്ങളും അതിനുശേഷം വന്ന രാമക്ഷേത്രവും എല്ലാം നമുക്കറിയാം. ഈ രാജ്യത്തെ പൗരാവകാശങ്ങളും മതസ്വാതന്ത്ര്യവുമെല്ലാം മുന്നോട്ട് വെക്കുന്ന, വിശ്വാസ സ്വാതന്ത്ര്യവുമെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം അജണ്ടകൾ അവർ നടപ്പിലാക്കിയത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ആഴ്ച ബാബരി മസ്ജിദ്, അത് തകർക്കപ്പെട്ട ഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതുമായ ആ ഒരു വാർത്തകളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരു ഖുത്ബ കഴിഞ്ഞ ആഴ്ച നമ്മൾ പൂർണ്ണമായ വിശദീകരണം നൽകിയത് കൊണ്ട് അതിലേക്ക് ഇനിയും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴിതാ ഗ്യാൻവാബി അടക്കമുള്ള വിവിധ മസ്ജിദുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ടുള്ള വിവാദങ്ങൾ തുടരെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഏതായാലും വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, ഈ വചനം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. ആ ദിനങ്ങൾ ജനങ്ങൾക്കിടയിൽ കറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോഴും ഈ അനീതി നടപ്പിലാക്കാൻ, എപ്പോഴും ഈ അസത്യത്തിന്റെ മീതെ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ ഇവർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, നീതിയുടെ ദിനങ്ങൾ വരും, ദിവസങ്ങൾ ജനങ്ങൾക്കിടയിൽ കറങ്ങും. പ്രസിദ്ധനായ കവി സച്ചിദാനന്ദന്റെ ചില വരികളാണ് ഇവിടെ പ്രസക്തമാവുക. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അമാവാസി കണ്ട് ഇനി നിലാവുദിക്കില്ലെന്ന് ആരും കരുതരുത്, ശിശിരത്തിലെ മരങ്ങൾ കണ്ട് ഇലകളുടെ കാലം കഴിഞ്ഞു പോയെന്ന് നിലവിളിക്കുകയും അരുത്. ഇലകൾ ഇനിയും പൊഴിക്കും, അതുപോലെ തന്നെ ഇലകൾ പൊഴിയും, ഇനിയും മാനത്തിൽ നിന്ന് മഴ വർഷിക്കും, ഇനിയും നല്ല അനുഭവങ്ങൾ, സന്തോഷത്തിന്റെ അനുഭവങ്ങൾ, ഇനിയും നീതിയുടെ കാലം വരും. അനീതിയുടെ അന്ധകാരം മാറി നീതിയുടെ കാലചക്രങ്ങൾ തിരിച്ചു വരും. ഈ ശുഭാപ്തി വിശ്വാസം വിശ്വാസികൾക്ക് മാത്രമല്ല, രാജ്യത്തെ മതേതര ബോധമുള്ള മുഴുവൻ ആളുകൾക്കും ഉണ്ടാവണം എന്നുള്ളതാണ്. തീർച്ചയായും ബാബരിയുമായി ബന്ധപ്പെട്ട വിധി നിരാശാജനകമായിരുന്നു. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും നമുക്കേറെ പ്രയാസമുണ്ടാക്കുന്നതാണ്, യാതൊരു സംശയവുമില്ല ഇക്കാര്യത്തിലൊന്നും. പക്ഷേ അതേ സമയം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മഹത്വം വിളിച്ചു പറയുന്ന വിധികളും നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ട് എന്ന് നമ്മൾ കാണാതെ പോകരുത്. 2002 ഗുജറാത്ത് കലാപത്തിൽ ബിൽക്കീസ് ബാനു എന്ന സഹോദരിയെ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച, അവരുടെ കുടുംബത്തിലെ 7 പേരെ കൊലപ്പെടുത്തിയ 11 പ്രതികളെ ഭരണകൂടം വിട്ടയച്ച സാഹചര്യമുണ്ടായപ്പോ സർക്കാർ നടപടിക്കെതിരെ ബിൽക്കീസ് ബാനു എന്ന സഹോദരി സുപ്രീം കോടതിയെ സമീപിക്കുകയും പ്രതികളെ വിട്ടയച്ച നടപടിയെ ചോദ്യം ചെയ്യുകയും ചെയ്ത വിവരം നമുക്കൊക്കെ അറിയാം. എന്താ സംഭവിച്ചത്? ഗുജറാത്ത് സർക്കാരിന്റെ നടപടി ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാട്ടി
പ്രതികളുടെ ശിക്ഷാ ഇളവ് സുപ്രീം കോടതി റദ്ദാക്കി എന്നുള്ളതാണ്. ഇത്തരം വിധികളും നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ട്. ഇത്തരം സന്തോഷകരമായ അനുഭവങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഫാസിസ്റ്റ് സർക്കാർ തന്നെയല്ലേ നിലനിൽക്കുന്നത്. പക്ഷേ അപ്പോഴും ചില വിധികളെങ്കിലും സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായിട്ട് ഈ രാജ്യത്തുണ്ടാവുന്നത് മഹത്തായൊരു ഭരണഘടന രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാവണം. അതില്ലായിരുന്നുവെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലായിരുന്നു എന്നുള്ളതാണ് മഹത്തായൊരു ഭരണഘടന. എന്നാൽ ആ ഭരണഘടനയെ പോലും തിരുത്തി എഴുതുകയും അതിന്റെ ആമുഖത്തിൽ നിന്ന് എന്റെ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണെന്ന മഹത്തായ ആശയത്തെ തുടച്ചു നീക്കുകയും ചെയ്യുക എന്നതാണ് വർഗീയ ശക്തികളുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നിലനിർത്തണമെങ്കിൽ, നമ്മുടെ രാജ്യത്തെ ഭരണഘടന നിലനിൽക്കണമെങ്കിൽ, ഭരണഘടനാ മൂല്യങ്ങളും ഭരണഘടനയുടെ ആമുഖവും തിരുത്തപ്പെടാതെ സംരക്ഷിക്കണമെങ്കിൽ ഫാസിസത്തിനെതിരെ രാഷ്ട്രീയ ചിന്തകൾ മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കുവാൻ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും സാധിക്കണമെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ അതാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ട് പറയാനുള്ള കാര്യം. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ മതനിരപേക്ഷതാ ബോധമുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ രാജ്യത്തിന്റെ വിധികളും ഈ രാജ്യത്തിന്റെ പ്രസ്താവനകളും ഈ രാജ്യത്തിന്റെ തീരുമാനങ്ങളും ഈ മഹത്തായ ഭരണഘടനയിൽ അധിഷ്ഠിതമാവണം. അതല്ലെങ്കിൽ ഭരണഘടന അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചില അജണ്ടകളൊക്കെ നടപ്പിലാക്കും. അതും നമ്മൾ കാണുന്നു. അങ്ങനെയൊക്കെ ചെയ്യാം. കാരണം അംബേദ്കർ തന്നെ പറഞ്ഞതാണ്, ഈ ഭരണഘടന നടപ്പിലാക്കുന്ന ആളുകൾ ശരിയല്ല എങ്കിൽ അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞത് ഭരണഘടനയുടെ ശില്പികളിൽ പ്രമുഖനായ ഡോക്ടർ ബി.ആർ. അംബേദ്കറാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ആ ഒരു ബോധത്തോടുകൂടി ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അള്ളാന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണം. ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ ഭിന്നിച്ചു പോവാൻ പാടില്ല. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ പരസ്പരം ശത്രുക്കളായി, നിങ്ങൾ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നിങ്ങൾ സഹോദരങ്ങളായി മാറുകയും ചെയ്തു. നിങ്ങൾക്കിടയിൽ അള്ളാഹു ഐക്യമുണ്ടാക്കി. ആ ഐക്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് വിശദീകരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്. നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ, നിങ്ങളുടെ രാജ്യത്തിന് അതിന്റെ പൂർവികമായ അടിത്തറകളിൽ, മതനിരപേക്ഷമായിട്ടുള്ള അടിത്തറകളിൽ നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ, നിങ്ങൾ നിലനിൽക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ ഐക്യപ്പെടണം. മുസ്ലിങ്ങൾ മാത്രം ഐക്യപ്പെട്ടാൽ പോരാ. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ രാജ്യത്തെ മതനിരപേക്ഷ മനസ്സ് ഒന്നിക്കണം എന്നുള്ളതാണ്. രാജ്യത്ത് വർഗീയ രാഷ്ട്രീയം പരാജയപ്പെടുകയും സൗഹൃദ രാഷ്ട്രീയം തിരിച്ചു വരികയും ചെയ്യണം. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ മതേതര ബോധമുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ അതിന് സാധിക്കൂ എന്ന് ഈ വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഒരുപാട് വൈകിയിട്ടുണ്ട്. അത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷേ രാജ്യത്ത് ഒരൊന്നിപ്പ് സാധ്യമാവുന്നില്ല. അധികാരത്തോടുള്ള എല്ലാവരുടെയും ആഭിമുഖ്യം, എല്ലാവർക്കും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടാനുള്ള അതിമോഹം, ഇത് പിടികൂടുമ്പോൾ ആർക്കും ഒന്നും ലഭിക്കാതിരിക്കുക എന്നുള്ളൊരവസ്ഥയാണ് രാജ്യത്ത് വരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ലഭിക്കുന്നു എന്നതിനപ്പുറം രാജ്യം തകർന്നു പോകുന്നു എന്നുള്ളതാണ്. രാജ്യത്തിന്റെ സൗഹൃദം തകർന്നു പോകുന്നു എന്നുള്ളതാണ്. രാജ്യം വിഭജിക്കപ്പെടുന്നു എന്നുള്ളതാണ്. രാജ്യത്ത് ജാതിമത വ്യത്യാസങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള തർക്കങ്ങളും കോലാഹലങ്ങളും, പള്ളികളുടെയും അമ്പലങ്ങളുടെയും പേരുള്ള വാദകോലാഹലങ്ങളും ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യം ഒന്നിക്കണം. മതത്തിനും ജാതിക്കും അതീതമായി ഈ രാജ്യത്തിന്റെ സൗഹൃദം സംരക്ഷിക്കാൻ, വർഗീയതയെ പരാജയപ്പെടുത്താനുള്ള ഒന്നിപ്പ്,
പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കുക എന്നത് സമകാലിക സാഹചര്യത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഒരു ഗതികേടിൽ എന്ന് പറയുന്ന വർത്തമാനമല്ല, മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പ്രവാചക മാതൃകയുമുണ്ട്. നാടിന്റെ പൊതുശത്രുവിനെതിരെ, വർഗീയതക്കെതിരെ ഒന്നിക്കുക, ഒന്നിപ്പിക്കുക, അതിലൊരു പ്രവാചക മാതൃകയുണ്ട്. ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്തുർ റൂം എന്നാണ്. അർ-റൂം അധ്യായം റോമിന്റെ വിജയത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായമാണ്. റോമും പേർഷ്യയും രണ്ട് സാമ്രാജ്യങ്ങളായിരുന്നു, രണ്ട് രാജ്യങ്ങളായിരുന്നു. റോം ഒരു ക്രൈസ്തവ രാജ്യം, പേർഷ്യയാണെങ്കിൽ അഗ്നിയാരാധകരുടെ രാജ്യം. വിശ്വാസപരമായി നോക്കുമ്പോൾ രണ്ടും പ്രവാചകനെ ഉൾക്കൊള്ളാത്ത, മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം അംഗീകരിക്കാത്ത രണ്ട് രാജ്യങ്ങൾ. ഈ രണ്ട് രാജ്യങ്ങളുടെയും കാര്യത്തിൽ വിശ്വാസികൾക്ക് എന്ത്, മുഹമ്മദ് നബിക്ക് എന്ത്, പ്രവാചകൻ എന്ത്, ഖുർആനിന് എന്ത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നത് പേർഷ്യക്കെതിരെ റോമിനൊപ്പമായിരുന്നു. പേർഷ്യയുടേത് കിരാതമായ സാമ്രാജ്യത്വമായിരുന്നു. പേർഷ്യയുടേത് മാനവിക വിരുദ്ധമായ ക്രൂരമായ ഭരണമായിരുന്നു. അതിനെതിരെ റോമിന്റെ കൂടെ നിൽക്കുകയായിരുന്നു. ഇത്തിരിയെങ്കിലും മനുഷ്യത്വമുള്ളത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ റോമിന്റെ പക്ഷത്തായിരുന്നു എന്നതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റോമിന്റെ കൂടെ നിന്നു, മുസ്ലിങ്ങളും റോമിന്റെ കൂടെ നിന്നു. പക്ഷേ പോരാട്ടത്തിൽ, യുദ്ധത്തിൽ റോം പരാജയപ്പെട്ടു പോയി. ഈ പരാജയ ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റൂം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അധ്യായം അവതീർണമാവുന്നത്. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂമു ഫീ അദ്നൽ അർദ്. റോം അടുത്തേതോ പ്രദേശത്ത് വെച്ച് പരാജയപ്പെട്ടിരിക്കുന്നു, തോറ്റുപോയിരിക്കുന്നു. എന്നാൽ ആ തോൽവി എന്നേക്കുമുള്ള തോൽവിയല്ല. വഹും മിൻ ബാദി ഗലബിഹിം സയഗ്ലിബൂൻ. ഈ പരാജയത്തിന് ശേഷം അവർ ജയിച്ചു വരുന്നതാണ്. ഫീ ബിൽഇ സിനീൻ, ഏതാനും കൊല്ലങ്ങൾക്കകം അവർ ജയിച്ചു വരുന്നതാണ്. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദ്. കാരണം അല്ലാഹുവിനാണ് അധികാരം, നേരത്തെയും അധികാരം അല്ലാഹുവിനാണ്, ഇനിയും അധികാരം അല്ലാഹുവിനാണ്. വയൗമ ഇദ യഫ്റഹുൽ മുഅ്മിനൂൻ. അന്ന് റോം വിജയിക്കുന്ന ഘട്ടത്തിൽ വിശ്വാസികൾ സന്തോഷിക്കുന്നതാണ്. ബിനസ്രില്ലാഹി യൻസുറു മയ്യശാ. ആ വിജയം അല്ലാഹുവിന്റെ സഹായത്തോടു കൂടിയുള്ള വിജയമായിരിക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു സഹായിക്കുന്നതാണ്. വഹുവൽ അസീസുർ റഹീം. അല്ലാഹു പ്രതാപവാനാണ്, കരുണാവാരിധിയാണ്. റോമിന്റെ വിജയം, വിശ്വാസികളല്ലാത്ത റോമിന്റെ വിജയം അല്ലാഹുവിന്റെ സഹായത്തോടു കൂടെയുള്ള വിജയമാണ്. വിശ്വാസികളെ സന്തോഷിക്കുന്ന, വിശ്വാസികളെ സന്തോഷിക്കേണ്ടുന്ന വിജയമായിരിക്കും റോമിന്റെ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് റോമിന്റെ പക്ഷത്ത് നിൽക്കുകയും റോമിന്റെ പക്ഷത്ത് തന്നെ ഇനിയും നിൽക്കാൻ വിശ്വാസികളെ ഖുർആൻ പ്രേരിപ്പിക്കുകയുമാണ്. അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന നന്മയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. തിന്മയുടെ പൈശാചിക ശക്തികൾക്കെതിരിൽ രാജ്യത്തെ എല്ലാ ആളുകളും ഒന്നിക്കണം. ക്രൈസ്തവരുടെ കൂടെ ഒന്നിക്കാൻ, റോമിന്റെ കൂടെ ഒന്നിക്കാൻ അന്ന് പറയാണ്, ഖുർആൻ പറയാണ്. കാരണം പേർഷ്യയുടെ സാമ്രാജ്യത്വത്തെ, അനീതിയെ, അക്രമത്തെ, കിരാതവാഴ്ചയെ പരാജയപ്പെടുത്തണമെങ്കിൽ റോമിന്റെ കൂടെ നിന്നുകൊണ്ട് പരാജയപ്പെടുത്തണം. നന്മയുടെ രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിൽ ജാതിമത വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അവിടെ കക്ഷി രാഷ്ട്രീയ വഴക്കുകളിൽ കുടുങ്ങിപ്പോവാൻ പാടില്ല എന്നതാണ് ഖുർആനിന്റെ കൽപ്പനയിൽ നിന്ന്, ഖുർആൻ വചനങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ. എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടുന്ന കാലമാണ്. കാരണം വർഗീയത എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്റെ മാത്രം ശത്രുവല്ല, എല്ലാവരുടെയും ശത്രുവാണ്. നന്മയാഗ്രഹിക്കുന്ന മുഴുവൻ സുമനസ്സുകളുടെയും ശത്രുവാണ്, എതിരാളിയാണ് ഫാസിസം എന്ന് പറയുന്നത്. രാജ്യത്ത് ബാബരി പള്ളി തകർക്കുകയും അതേ മണ്ണിൽ തന്നെ ക്ഷേത്രമുണ്ടാക്കുകയും ചെയ്തു. അതിന്റെ പിന്നിലുള്ള കൃത്യമായ രാഷ്ട്രീയമാണ്. അത് വിശ്വാസ പ്രചോദിതമായിരുന്നുവെങ്കിൽ, അത് ശരിയായിട്ടുള്ള ഭക്തിയിലായിരുന്നുവെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യാനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. കാരണം അത് ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുന്നതാണ്. വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും അടിത്തറ നമ്മൾ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ആരാധനാലയങ്ങൾ ഏതൊക്കെ മതവിഭാഗത്തിന്റെ പേരിൽ വന്നാലും അതിനെ സ്വാഗതം ചെയ്യാനുള്ള ബാധ്യത, അതിൽ സന്തോഷിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. കാരണം നാടിന്റെ വൈവിധ്യം ശക്തിപ്പെടണം. പക്ഷെ അങ്ങനെയല്ല, രാഷ്ട്രീയ പ്രചോദിതമായി രാഷ്ട്രീയ രാമനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. ജനുവരി 22 ഓരോ ഡേറ്റുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്, വലിയ ഗൗരവത്തോടു കൂടി അത്തരം ഡേറ്റുകൾ നമ്മൾ ചിന്തിക്കണം. ഡിസംബർ 6 ബാബരി പള്ളി തകർത്ത ദിനമാണ്.
അന്ന് തന്നെയാണ് രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയുടെ ചരമദിനം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമായിരുന്നവരുടെ തീരുമാനം. ഭരണഘടനാ ശില്പിയുടെ വിയോഗ ദിനത്തിൽ തന്നെ ആ മസ്ജിദ് തകർക്കപ്പെടണം. കാരണം അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണ്. ജനുവരി 22 ബാബരി പള്ളി തകർത്തെടുത്ത് ഇപ്പറഞ്ഞ ക്ഷേത്രം കെട്ടിപ്പൊക്കിയ ദിവസമാണ് ജനുവരി 22. പക്ഷേ ആ ദിനത്തിന് വേറെയും പ്രത്യേകതയുണ്ട്. 4 നൂറ്റാണ്ട് മുമ്പ് ഒരു ജനുവരി 22-ന് അതിനേക്കാൾ വലിയൊരു ക്രൂരത ചെയ്തിട്ടുണ്ട് ഇവർ. സുവിശേഷ പ്രവർത്തകനായ ഗ്രഹാം സ്റ്റെയിൻസിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കളെയും ജീവനോടുകൂടി ചുട്ടരിച്ചു. അതും ഒരു ജനുവരി 22-നായിരുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഫാസിസം ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കണം. എല്ലാവരെയും ലക്ഷ്യം വെക്കുകയാണ്. മുസ്ലിമും ക്രിസ്ത്യാനിയും ദളിതനും ഈ രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധരായ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുമെല്ലാം അവർക്കെല്ലാം എതിരാണ് ഈ രാജ്യത്തെ വർഗീയ രാഷ്ട്രീയമെന്ന് തിരിച്ചറിയാൻ എല്ലാവർക്കും സാധ്യമാവണം. എന്നാൽ ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യം എടുത്തു പരിശോധിച്ച് നോക്കുമ്പോ രാഷ്ട്രീയമായി ഏറ്റവും ദുർബലമായി കൊണ്ടിരിക്കുന്ന സമുദായമായി മുസ്ലിം സമുദായം പ്രത്യേകിച്ചും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും നാം മറന്നു പോകരുത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ലേഖനത്തിന്റെ തലവാചകം എന്തായിരുന്നു എന്നറിയോ? ദ ഫാസ്റ്റ് ഡിസപ്പിയറിംഗ് മുസ്ലിം ഇൻ ഇന്ത്യൻ റിപ്പബ്ലിക്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ അതിവേഗം അപ്രത്യക്ഷനായി കൊണ്ടിരിക്കുന്ന മുസ്ലിം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം അപ്രത്യക്ഷനായി കൊണ്ടിരിക്കുകയാണ്. കനഡയിലെ ഡൽഹൌസി സർവകലാശാലയിലെ അന്താരാഷ്ട്ര വികസന പഠന വിഭാഗം മേധാവിയാണ് ഈ ലേഖനം തയ്യാറാക്കിയത്. ഇന്ത്യൻ മുസ്ലിമിന്റെ തിരോധാനം, രാഷ്ട്രീയ മേഖലയിലുള്ള അപ്രത്യക്ഷമാകലിനെ അദ്ദേഹം ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹം പറയാണ്, ശാരീരികമായി കടന്നാക്രമിക്കുന്നതിനേക്കാൾ ഇന്ത്യൻ മുസ്ലിമിനെ ഒതുക്കാനുള്ള അജണ്ടയായിട്ട് എതിരാളികൾ എന്നും കണ്ടത് അവരെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിൽ അവർ ബഹുദൂരം മുന്നോട്ട് പോയി എന്നും ലേഖകൻ പറയുന്നുണ്ട്. മുസ്ലിം പ്രാതിനിധ്യം രാഷ്ട്രീയ ഉദ്യോഗ മണ്ഡലങ്ങളിൽ വളരെയധികം കുറയുന്ന ആധുനിക വർത്തമാനകാല സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, ഇത് ഒരു 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന ലേഖനമാണ്. ആ ലേഖനത്തിൽ ഇന്ത്യൻ മുസ്ലിമിന്റെ രാഷ്ട്രീയത്തിലുള്ള തിരോധാനത്തെ സംബന്ധിച്ച്, അപ്രത്യക്ഷമാവലിനെ സംബന്ധിച്ച് ഗ്രന്ഥകാരൻ ലേഖകൻ ഇത്ര ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നുവെങ്കിൽ ഓർക്കണം, മനസ്സിലാക്കണം, ഇന്നത്തെ സാഹചര്യം അതിലും ദയനീയമാണ്. രാഷ്ട്രീയ ഉദ്യോഗ മണ്ഡലങ്ങളുടെ പ്രാതിനിധ്യത്തിൽ പുറംതിരിഞ്ഞു നിൽക്കുകയല്ല, ക്രിയാത്മകമായി ഇടപെടുകയാണ് മുസ്ലിം സമൂഹം ചെയ്യേണ്ടത്. അതാ ഖുർആൻ പറയുന്നത്. നിങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കേണ്ടുന്നവരല്ല, നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ഇടപെടേണ്ടുന്നവരാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട സമൂഹമാണ് നിങ്ങൾ. മാറി നിൽക്കേണ്ടുന്നവരല്ല. നന്മ കൽപ്പിക്കുന്ന തിന്മ തടയേണ്ടുന്ന അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യേണ്ടുന്ന ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട സമൂഹമാണ് നിങ്ങൾ. നിങ്ങളുടെ ദൗത്യം കേവലം പള്ളിയുടെ 4 ചുമരുകൾക്കുള്ളിൽ പരിമിതമാവാൻ പാടില്ല. വർഗീയതയില്ലാത്ത, അഴിമതിയില്ലാത്ത ഒരു രാഷ്ട്രീയ ക്രമം രാജ്യത്ത് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായ സമൂഹമാണ് നിങ്ങൾ. ഈ സമുദായത്തിന്റെ മുൻഗാമികൾ, പൂർവികർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നണി പോരാളികളായി ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യം സ്വതന്ത്രമാവുമ്പോ ആ രാഷ്ട്രവിധാനത്തിലും രാഷ്ട്രീയ വ്യവസ്ഥിതിയിലും മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുക്കുവാൻ ഈ സമുദായത്തിന്റെ പൂർവികർക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ അതവരുടെ വിശ്വാസപരമായ ദൗത്യമായിട്ട് കൂടി അവരെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവരാ ദൗത്യം നിർവഹിച്ചതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഫാസിസ്റ്റ് ശക്തികൾ മതന്യൂനപക്ഷ പിന്നാക്ക ജനവിഭാഗങ്ങൾക്കെതിരിൽ അജണ്ടകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങളടക്കമുള്ള പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകേണ്ടത്.
ഇതൊരു മതപക്ഷപാതിത്വം കൊണ്ട് പറയുന്ന, ഒരു മുസ്ലിം പക്ഷപാതിത്വം കൊണ്ട് പറയുന്ന വർത്തമാനമല്ല. കാരണം ഒരു ജനസമൂഹവും രാഷ്ട്രീയമായിട്ട് വംശനാശം സംഭവിക്കാൻ പാടില്ല എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി പറയുന്നതാണ്. ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം ശക്തിപ്പെടുന്നത് പീഡിതരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അതുപോലെ തന്നെ പിന്നോക്കക്കാരുമായ ജനവിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമ്പോഴാണ്, അർഹമായ രാഷ്ട്രീയ പ്രാതിനിധ്യം ലഭിക്കുമ്പോഴാണ്. ഒന്നുകൂടി ആവർത്തിച്ചു പറയാം, ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം ശക്തിപ്പെടുന്നത് പീഡിതരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കക്കാരുമായ ജനവിഭാഗങ്ങൾക്ക് അർഹമായ രാഷ്ട്രീയ പ്രാതിനിധ്യം ലഭിക്കുമ്പോഴാണ്. ഈ പ്രാതിനിധ്യം ന്യൂനപക്ഷങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നതിനെയാണ് പൊളിറ്റിക്കൽ സയൻസിൽ ടിറാനി ഓഫ് ദി മെജോറിറ്റി എന്ന് പറയുന്നത്. ടിറാനി ഓഫ് ദി മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ സ്വേച്ഛാധിപത്യം എന്നുള്ളതാണ്. ഈ ടിറാനി ഓഫ് ദി മെജോറിറ്റിയാണ് എന്ന് നമ്മുടെ നാട്ടിലെ പല മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വേച്ഛാധിപത്യം തങ്ങളുടെ ഭാഗത്ത് സംഭവിക്കാതിരിക്കാനുള്ള അതീവ ജാഗ്രതയാണ് ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടാവേണ്ടത്. അവിടെ കൂടിയാണ് ഈ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശാക്തീകരണം എന്ന് പറയുന്നത്. പരസ്പരം ഗുണകാംക്ഷയോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പരസ്പരം ഗുണകാംക്ഷയോടുകൂടി, പരസ്പരം നല്ല ധാരണകളോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന കാലമാണ്. രാജ്യത്ത് അനീതി ചോദ്യം ചെയ്യപ്പെടണം. ഭരണഘടനാ വിരുദ്ധമായ ഇപ്പറയുന്ന ബാബരി മസ്ജിദ് തകർത്ത് തൽസ്ഥാനത്ത് രാമക്ഷേത്രം പണിതടക്കമുള്ള എല്ലാ കാര്യങ്ങളെയും തുറന്നെതിർക്കണം. അതോടൊപ്പം തന്നെ വർഗീയ ശക്തികൾ രാജ്യനിവാസികൾക്കിടയിലുള്ള ബന്ധങ്ങളെ ശിഥിലമാക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അവർ ശിഥിലമാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ റിപ്പബ്ലിക് ദിനത്തിൽ കൂടുതൽ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. അവർ ശിഥിലമാക്കുമ്പോൾ നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത് തുന്നിച്ചേർക്കുക എന്നുള്ളതാണ്. നമുക്ക് വിയോജിപ്പ് ഫാസിസത്തോടാണ്. ഒരു മതവിഭാഗത്തോടും നമുക്ക് വിയോജിപ്പില്ല. ഹൈന്ദവ വിശ്വാസത്തോടോ ക്രൈസ്തവ വിശ്വാസത്തോടോ അതല്ലെങ്കിൽ മറ്റ് വിശ്വാസങ്ങളോടോ, വിശ്വാസങ്ങളിൽ ഇസ്ലാമിക വിശ്വാസത്തെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, അതിന്റെ വ്യതിരിക്തത നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനെ എതിർക്കുക, മറ്റുള്ള വിശ്വാസങ്ങളെ എതിർക്കുക, തോൽപ്പിക്കുക എന്നുള്ളതല്ല. അതിനെ കുറ്റം പറയുക, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അതിനെ പരാജയപ്പെടുത്തുക, അതിനെ ഒന്നുമല്ലാതാക്കുക, ഇതൊന്നുമല്ല ഈ രാജ്യത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ഈ രാജ്യത്ത് എല്ലാവർക്കും ഒരുമിച്ച് പോവാനുള്ള, എല്ലാവർക്കും അവരുടെ വിശ്വാസത്തിന്റെ വ്യതിരിക്തതകൾ മനസ്സിലാക്കിക്കൊണ്ട്, എല്ലാവർക്കും അവരുടെ വിശ്വാസ ആചാര സ്വാതന്ത്ര്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവാനുള്ള സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. ആ സാഹചര്യത്തിന് എതിരായിട്ടുള്ള രാഷ്ട്രീയവുമായിട്ട് ചിലർ മുന്നോട്ട് വരുമ്പോഴാണ് അത്തരം രാഷ്ട്രീയത്തെ തുറന്നെതിർക്കുവാൻ നമ്മൾ നിർബന്ധിതരാവുന്നത്. അത് നമ്മുടെ രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള ബാധ്യതയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ ശൈഥില്യവും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുമ്പോ ആ ഭിന്നിപ്പിക്കുന്ന ആളുകൾക്കെതിരിൽ ഒന്നിപ്പിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഒന്നിപ്പിക്കുക, ആ ഒരു ദൗത്യവുമായിട്ടാണ് ചരിത്രത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാരും അതുപോലെ തന്നെ മഹത്തുക്കളും എഴുന്നേറ്റുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സൗഹൃദത്തിന്റെ രാഷ്ട്രീയം അവരെ മുന്നോട്ട് വെച്ചത് കൊണ്ടാണ് നമുക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. അജ്മീറിലെ പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതനും സൂഫി വര്യനുമായിരുന്നല്ലോ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അജ്മീരി എന്ന് പറയുന്നത് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ പേര് ബാബ ഫരീദ് കഞ്ചഷ്കർ എന്നായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ശിഷ്യൻ ബാബ ഫരീദിന്റെ അടുക്കലേക്ക്, ബാബ ഫരീദിന്റെ ഒരു ശിഷ്യൻ ഒരു കത്രിക സമ്മാനമായി കൊണ്ടുവന്ന് കൊടുത്തു. കത്രികയായാൽ പണ്ഡിതന്മാർക്ക് അവരുടെ താടിരോമങ്ങളും തലമുടിയും ഒക്കെ വൃത്തിയാക്കാമല്ലോ എന്ന് കരുതിയിട്ടാവാം ആ ശിഷ്യൻ കത്രിക കൊണ്ടുപോയി കൊടുത്തത്. പക്ഷേ ഈ ഘട്ടത്തിൽ ബാബ ഫരീദ് കഞ്ചഷ്കർ എന്ന് പറയുന്ന സൂഫി വര്യൻ, ആ പണ്ഡിതൻ തന്റെ ശിഷ്യനോട് പറയുന്നുണ്ട്, രാജ്യത്ത് വിഭജനാനന്തരമുള്ള വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലമായിരുന്നു അത്. വിഭജനാനന്തരമുള്ള ലഹളകൾ രാജ്യത്ത് നിലനിൽക്കുന്ന കാലമായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞു, ഇന്നെനിക്ക് വേണ്ടത്, ഈ കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടത് കത്രികകൾ അല്ല, ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്ന കത്രികകൾ അല്ല, ബന്ധങ്ങളെ തുന്നിച്ചേർക്കാൻ
കുത്തിവെക്കാൻ കഴിയുന്ന സൂചി നിന്റെ അടുക്കലുണ്ടോ? ആ സൂചിയുമായി നീ വരിക എന്ന് തന്റെ ശിഷ്യനോട് ബാബാ ഫരീദ് കഞ്ചസ്കർ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അങ്ങനെ ബന്ധങ്ങളെ യോജിപ്പിക്കാൻ, സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമാവണം. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രവുമായിട്ട് പുതിയ രാഷ്ട്രീയം രാജ്യത്ത് രൂപപ്പെടുമ്പോ ആ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒന്നിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഒന്നിപ്പിക്കാൻ, ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ, സൗഹൃദങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. നമുക്കറിയാം, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. വിഭജനാനന്തരം പല പ്രശ്നങ്ങളും ഉണ്ടായി രാജ്യത്ത്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാവാം, ആ ഹൈന്ദവ സഹോദരന്റെ തെറ്റിദ്ധാരണ കൊണ്ടാവാം, അറിഞ്ഞുകൂടാ, അദ്ദേഹം ഗാന്ധിജിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ മകനെ കൊന്നു, മുസ്ലിങ്ങളിൽപ്പെട്ട ആരെങ്കിലുമാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഗാന്ധിജിയോട്, ഗാന്ധിജി പറഞ്ഞു, നീ പ്രതികാരം ചെയ്യണം. അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ പ്രതികാരം ചെയ്യേണ്ടത്? ഗാന്ധിജി പറഞ്ഞു, നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളിൽ മാതാപിതാക്കളില്ലാത്ത മക്കളുണ്ടാവും. ആ മാതാപിതാക്കളില്ലാത്ത അനാഥകളായ മക്കളെ ദത്തെടുത്തുകൊണ്ട് നല്ലതുപോലെ വളർത്തി, അവരുടെ തന്നെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് നല്ലതുപോലെ വളർത്തി വലുതാക്കണം. അങ്ങനെ നീ പ്രതികാരം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രതികാരം ചെയ്യണം. ഇതാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറയുന്ന ആശയം. ആ ആശയം കൊണ്ട് മാത്രമേ രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ആ ആശയം വിശുദ്ധ ഖുർആൻ വളരെയധികം ആവർത്തിച്ചുകൊണ്ട് ഉന്നിപ്പറയുന്ന കാര്യമാണ്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും തുല്യമാവുകയില്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ടാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത്. അങ്ങനെ തിന്മയെ നിങ്ങൾ ഏറ്റവും നല്ല നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, നിങ്ങൾക്കും നിങ്ങളോട് വിരോധമുള്ള ആളുകൾക്കുമിടയിൽ എന്തെന്നില്ലാത്ത ഊഷ്മളമായ സൗഹൃദം രൂപപ്പെടും, സൗഹൃദം ശക്തിപ്പെടും. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. പക്ഷേ വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹല്ലിൻ അലീം, അങ്ങേയറ്റം ക്ഷമയുള്ള ഭാഗ്യവാന്മാരായ ആളുകൾക്ക് മാത്രമേ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന ഉത്കൃഷ്ടമായ ആശയത്തെ ആവാഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ റിപ്പബ്ലിക് ദിനം മഹത്തായ ചില ചുമതലകൾ നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. അത് ചുരുക്കി പറയുകയാണ്. അവയിൽ ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, ഇന്ത്യ രാജ്യം ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം എന്ന നിലയിൽ ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ മൂല്യങ്ങളെ തലമുറകൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പേരമക്കൾക്ക് ഭരണഘടനാ മൂല്യങ്ങൾ എന്താണെന്നും ഭരണഘടനയുടെ ആമുഖം എന്താണെന്നും ഭരണഘടനയിലെ പൗരാവകാശങ്ങൾ എന്തൊക്കെയാണെന്നും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ട്, ആ ഭരണഘടനയ്ക്ക് കേവലം കടലാസ് കഷ്ണത്തിന്റെ വില മാത്രം കൽപ്പിക്കുന്ന ഫാസിസത്തിനെതിരിൽ രാജ്യത്തെ മതേതര ശക്തികളോടൊപ്പം വിശ്വാസികളും ഒരുമിച്ച് നിൽക്കുക എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ടുന്ന ബാധ്യത എന്ന് പറയുന്നത്. മൂന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്, അതേ ഫാസിസം വിവിധ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഭിന്നിപ്പുകളെ തുന്നിച്ചേർക്കുന്ന സൂചികളായിട്ട് മാറാൻ, ശൈഥില്യങ്ങളെ ഇല്ലാതാക്കുന്ന സൗഹൃദത്തിന്റെ വലയങ്ങളായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഈ മൂന്ന് ദൗത്യങ്ങളും ഭംഗിയായി നിർവഹിക്കുവാൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ ജീവിതം അള്ളാഹു കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ ഗണത്തിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം സന്തോഷത്തോടെ സ്ഥായിയായി സംഗമിക്കുന്നവരുടെ കൂട്ടത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാസന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങളിൽ നിന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും പിരടികളെ വിമോചിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അവർക്ക് ആഫിയത്തോടു കൂടിയുള്ള സിഹ്ഹത്തോടു കൂടിയുള്ള തൂലുൽ ഉംറ നൽകി റബ്ബ് തആല നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കണേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും, ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹ്, ഞങ്ങളുടെ സദുദ്ദേശങ്ങളെ നീ സഫലീകരിക്കണമേ നാഥ. اللهم ارض عنا ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم انصر المسلمين المجاهدين في فلسطين. اللهم انصرهم في غزه. اللهم انصرهم في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار. انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.